ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വൈറലായിട്ട് ഓടുന്ന ഒരു ഇൻ്റർവ്യൂ ക്ലിപ്പുണ്ട്. ഷാലു എന്ന് പറഞ്ഞ ആങ്കർ ഹന റെജി കോശിയോട് കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ അവസരം ലഭിച്ചത് എന്നുള്ളൊരു ചോദ്യം. അപ്പം അതിങ്ങനെ റിപ്പീറ്റഡ്ലി ഒരുപാട് പേര് അതിൽ പെർസ്പെക്റ്റീവ് ആൻഡ് പോയിൻ്റ് ഓഫ് വ്യൂ പറയുന്നുണ്ട്. ഷാലു എൻ്റെ അത്യാവശ്യം അറിയുന്നൊരു കൂട്ടുകാരിയാണ്. എനിക്ക് കുറച്ച് കാലമായിട്ട് ഷാലുവിനെ അറിയാം. അപ്പോൾ ഷാലുവിനോട് ഞാൻ അത് കണ്ടപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഷാലു ഇത് സ്ക്രിപ്റ്റഡ് സാധനമാണോ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, കാരണം ഇപ്പോൾ സിനിമ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പല ഗിമിക്കുകളും നടക്കുന്നുണ്ട്. സോ DNA മൂവിയുടെ ഒരു പ്രൊമോഷൻ ഭാഗമായിട്ട് തന്നെയാണ് അഷ്കറും ഹനയും അവിടെ വന്നിരിക്കുന്നത്. സോ ഞാൻ ഷാലുവിനോട് ആദ്യം ചോദിച്ചത് അതാണ്. അപ്പോൾ ഷാലുവിനോട് അല്ല, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതവിടെ ഓർഗാനിക്കായിട്ട് സംഭവിച്ച ഒരു പരിപാടിയാണ്, അല്ലാതെ സ്ക്രിപ്റ്റഡ് പരിപാടിയല്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അത് ക്ലിയറായി. അഷ്കറിനോടും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അഷ്കറും അത് സ്ക്രിപ്റ്റഡ് അല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കമ്മിങ് ടു ദാറ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഇത് ഇത്രത്തോളം ചർച്ചയാവാനും ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഷാലുവിന് ഒരുപാട് ഹെയ്റ്റ് ഷാലുവിന് കിട്ടുന്നുണ്ട്. എവിടെയോ ഷാലു ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, അത് ചോദിച്ച രീതിയോ അല്ലെങ്കിൽ പോയിൻ്റ് ഔട്ട് ചെയ്തൊരു സംഗതിയോ അതിൽ ഷാലുവിന് പാളിപ്പോയതാണ്. പക്ഷെ ഷാലു ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യം അത് ഇപ്പോൾ പല ഇൻ്റർവ്യൂസിലായിട്ട് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. DNA ടീമിൻ്റെ അടുത്തൊക്കെ അല്ലെങ്കിൽ വേറെ ഏത് ടീമിൻ്റെ അടുത്താണെങ്കിലും കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഷാലുവിനും കൂടി അത് പച്ചയ്ക്ക് ചോദിച്ച ഒരു സംഗതിയാണ്. ഷാലുവിൻ്റേതായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. നമ്മൾ വ്യൂവേഴ്സ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് എന്തിന് ഈ ഒരു ആങ്കർ ഇത് ചോദിച്ചു എന്നുള്ളൊരു ഡൗട്ട് നമുക്കും വരും. ഞാൻ ഈ സംഗതി ഒന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഒരുപാട് പേര് അവരുടെ പെർസ്പെക്റ്റീവ് പോയിൻ്റ് ഓഫ് വ്യൂ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റേതായൊരു തോട്ട് പ്രോസസ്സിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ആ ഇൻ്റർവ്യൂ ഓൾറെഡി റിമൂവ്ഡ് ആണ്, പക്ഷേ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എന്തായാലും വെച്ചിട്ട് ഇതെങ്ങനെ ഈ സംഗതി നമ്മളിപ്പോൾ കാണുന്ന രീതിയിലേക്ക് മാറി, ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് ഇവളെന്ത് അവതാരകയുടെ എന്ന് നമുക്ക് തോന്നാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആ ഇൻ്റർവ്യൂവിൽ ആ ക്വസ്റ്റ്യൻ വന്നത് മുതൽ തന്നെ എടുത്തു വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാം. സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണോ അവസരം ലഭിക്കുന്നത്? സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടണം? ഞാൻ ചോദിക്കുന്നത് ഹനേനോടാണ്. എന്താണ് സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കിടന്നു കൊടുത്താൽ മതി. എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായി? അല്ല, എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഞാനൊരു ഹ്യൂമൻ ബീങ് അല്ലേ, നമ്മളൊരു മനുഷ്യല്ലേ, നമുക്ക് കേൾക്കുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ പോയി എല്ലാവർക്കും കിടന്നു കൊടുത്താൽ, ഇപ്പൊ ഒരുപാട് പെൺകുട്ടികൾ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ എല്ലാവർക്കും പോയി കിടന്നു കൊടുത്ത അവസരം കിട്ടി, എന്റെ കുടുംബമൊക്കെ രക്ഷപ്പെട്ട് ഞങ്ങൾക്ക് വേറെ ലെവലിൽ വരുമായിരുന്നു. അങ്ങനെയൊന്നുമില്ല. കഴിവുള്ള സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണോ അവസരങ്ങൾ ലഭിക്കുന്നത്? അതിൽ ഷാലു എവിടെയും ഹന സിനിമയിൽ കിടന്നു കൊടുത്ത് അവസരം ലഭിച്ച ഒരാളാണോ എന്നല്ല ചോദിച്ചിട്ടുള്ളത്. സിനിമയിൽ കിടന്നു കൊടുത്ത് അവസരം ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് ഹനയെ ഇങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഹന അങ്ങനെയാണോ എന്നല്ല ചോദിച്ചത്. ഓക്കെ, അത് ക്ലിയറാണ്. നിങ്ങൾക്കും ക്ലിയറായി കാണും. ഇത് പല റിയാക്ഷനും പല പെർസ്പെക്റ്റീവിലും ആളുകൾ പറയുമ്പോൾ ഇതിൻ്റെ ഇവളിങ്ങനെ ചോദിച്ചു. പക്ഷെ തുടക്കത്തിൽ ഷാലു ചോദിക്കുന്നത് സിനിമയിൽ കിടന്നു കൊടുത്ത് അവസരം ലഭിക്കാറുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ അതാണ് ചോദിക്കുന്നത്, അല്ലാതെ അത് ഹന ചെയ്തോ എന്നല്ല. ഇപ്പോൾ അഷ്കറാണ് അതിന് ഫസ്റ്റ് ഉത്തരം കൊടുത്തത്. എനിക്ക് തോന്നുന്നത് ഹന ചിലപ്പോൾ ഭയങ്കരമായിട്ട്, അറിയാലോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് ഷോക്കായി പോകൂടി. ഓക്കെ, ഷോക്കായി പോവും. ലൈക്ക് ഇതിപ്പോൾ എന്തിനാ എന്നോട് ചോദിക്കണേ, എന്നോടിപ്പോൾ എന്തിനാ ആ ക്വസ്റ്റ്യൻ, അത് ഷോക്കാവും. ആ ഷോക്കിലാന്ന് തോന്നുന്നു. ഹന മിണ്ടിയില്ല. അവിടെ അഷ്കർ സംസാരിച്ചു തുടങ്ങി. അഷ്കറിന് സംസാരിക്കാൻ പാടില്ല എന്നുണ്ടോ? ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ മുമ്പ് ഷാലു പറഞ്ഞിട്ടില്ല ഇത് ഹനയ്ക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യനാന്നുള്ളത്. ഷാലു ചോദിച്ച് ഹന മിണ്ടാതിരുന്ന് അഷ്കർ സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഷാലു പറയുന്നത് ഇത് ഞാൻ ഹനയോട് ചോദിച്ച ക്വസ്റ്റ്യനാണെന്നുള്ളത്. ഇപ്പോൾ ഹനയോട് ചോദിച്ചതാണെങ്കിലും ഒരു ഇൻഡസ്ട്രിക്കകത്ത് നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവർ സിനിമ പ്രൊമോഷൻ വന്ന ആളുകളാണ്, രണ്ടുപേർക്കും സംസാരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് അഷ്കർ സംസാരിച്ചു തുടങ്ങിയത്. ഹന അപ്പോഴൊന്നും മിണ്ടുന്നില്ല. ഹന മിണ്ടാതിരിക്കുമ്പോഴാണ് ഷാലുവിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഇങ്ങനെ ഹനയിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അവന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ വരും. നിങ്ങൾ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഹനയോടാണ്. അപ്പോഴും ഹന മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഹന അങ്ങനെ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ ചാൻസ് കിട്ടിയത്? അതാണ് അവിടെ വേസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അവിടെയാണ് ഷാലു ചോദിച്ച ചോദ്യം വളരെ ഡയറക്റ്റായിട്ട് മോശമായി പോയതെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഷാലു ആദ്യം ചോദിച്ചത് ദാറ്റ് വാസ് ഫൈൻ, അത് ഫൈനാണ്. പക്ഷേ ഹന മിണ്ടാതിരുന്ന് അഷ്കർ സംസാരിച്ച ടൈമിൽ എനിക്ക് തോന്നുന്നത്
ഷാലു അവിടെ പ്രൊവോക്ഡ് ആയതാണ്. ഷാലുവാണ് അവിടെ പ്രൊവോക്ഡ് ആയത്. ഹന എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഒരു ബോൾഡ് ലേഡി ആകുമ്പോൾ ഇതിന് പറഞ്ഞുകൂടെ? എന്താ അവർ പറയാത്തത്? അങ്ങനെ മൈൻഡിൽ തോന്നിക്കാണും. അല്ലെങ്കിൽ അഷ്കർ എന്തിനു സംസാരിക്കണം? ഇതിനെക്കുറിച്ച് ഹനയല്ലേ സംസാരിക്കാൻ? ഇനിയും തോന്നിക്കാണും. പിന്നെ ഈ ഞാൻ പറഞ്ഞ സെക്കൻഡ് പാർട്ടിൽ, ഫസ്റ്റ് പാർട്ടിലെ ക്വസ്റ്റ്യനിൽ നിന്ന് മാറി ഹനയുടെ സൈലൻസ് വന്ന് സെക്കൻഡ് പാർട്ടിൽ വരുമ്പോഴാണ് ഇത് ഹന അങ്ങനെ കിടന്നു കൊടുത്തത്. ദാറ്റ് വാസ് റോങ്. അത് വളരെ മോശമുള്ളൊരു സംഗതിയാണ്. ഓക്കെ, അവരെ വിളിച്ച് വരുത്തി അവരാ സിനിമയിൽ ലൈക്ക് ലീഡ് ക്യാരക്ടർ ചെയ്ത് അവരവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ സിനിമയുടെ പ്രൊമോഷന് വരുമ്പോൾ അവിടെ ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അവർ ശരിക്കും ഷോക്ക്ഡ് ആയിപ്പോവും. അവർ ആ ഷോക്ക്ഡ് ആയതാണ് അവരവിടെ ഇരുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. തോന്നുന്നു ഞാൻ ചോദിക്കുകയാണ്, കാരണം ഞാൻ ഇത്രയും നേരം ചോദിച്ചിട്ട് ഹാന മറുപടി പറയുന്നില്ല. അഷ്കറാണ് മറുപടി പറയുന്നത് മൊത്തം. This is actually a program where many people are watching. So what do you think? അതിന് ഉത്തരം പറയാനാണ് ഞാൻ ചോദിക്കുന്നത്. ഹാന അങ്ങനെയാണോ? ഷാലു അങ്ങനെയാണോ? ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ അങ്ങനെ കടന്നു കൊടുത്തിട്ടും അല്ല. എനിക്ക് ഇതുവരെ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുമില്ല. പിന്നെ എന്ത് കാര്യത്തിന് എന്നോട് അങ്ങനെ തിരിച്ചു ചോദിച്ചേ? ഞാൻ ചോദിച്ചതാണ്, സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണ്, അപ്പൊ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ചോദ്യം നമുക്ക് വേറെ രീതിയിൽ എടുത്തുകൂടെ? അതായത് ഹന്നക്ക് ഇതിനെപ്പറ്റി എന്താണ് കേട്ടിട്ടുണ്ടോ, ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം, ഇങ്ങനെയൊക്കെയല്ലേ ചോദിക്കേണ്ടത്? ഒരുപാട് ഞാൻ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നതിൽ എന്താണ് അഭിപ്രായം? മൈ ഫാമിലി ഈസ് വാച്ചിങ്, ഫാമിലി ഓഡിയൻസ് ആണ്, ഫാമിലി കണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ്. അത് ഹന്ന കിടന്നു കൊടുത്തിട്ടുണ്ടാണോ? എനിക്ക് വളരെ മോശം. കാരണം എന്റെ കൂടെ ഇരിക്കുന്നൊരു അവരെന്തോരം സിനിമയിൽ ചെയ്ത റീച്ച് കൂടാൻ ചോദ്യങ്ങളാണെങ്കിൽ എനിക്ക് നല്ല മറുപടി അറിയാൻ പറയാൻ. റീച്ച് കൂടാൻ വേണ്ടി ചോദിക്കുന്നില്ല. ഞാൻ നോർമൽ ആയിട്ട് ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ ഉണ്ടോ, ഫിലിമിലുള്ള ഫീൽഡ് ഉണ്ടായിരിക്കും, എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല ഷാലു, എന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ തിരിച്ചു ചോദിച്ചാൽ ഹൗ വിൽ യു ഫീൽ? ഞാൻ തിരിച്ച് നല്ലോണം റിയാക്ട് ചെയ്യും. കാരണം അങ്ങനെ ഒരു ഇതില്ല, ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ചെയ്ത സിനിമകളൊക്കെ എങ്ങനെയാന്ന് വിചാരിച്ചിരിക്കുന്നത്? യു ടെൽ മീ. ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ, ഇങ്ങനെ ആണോ കിട്ടിയ? കാരണം എനിക്ക് അതിന്റെ ആവശ്യമില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, എനിക്ക് സിനിമ പാഷനായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ആക്ച്വലി ഫാമിലി ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ ഇനി അടുത്ത ചോദ്യം വരും, ഇതിന് ബാക്കിയുള്ളവർക്ക് ആവശ്യം കൊണ്ടാണ് ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്, ബട്ട് വൈ യു ആസ്കിംഗ് മീ ദിസ് ക്വസ്റ്റ്യൻ? ഐ റെസ്പെക്ട് യു, ബട്ട് വൈ ഡിഡ് യു ആസ്ക് മീ ദിസ് ക്വസ്റ്റ്യൻ? കണ്ടോ, അവിടെ ഹന പറഞ്ഞ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. അതായത് നിങ്ങൾ എന്തിനാണ് എന്നോട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്? അല്ലെങ്കിൽ നിങ്ങൾക്കത് ഡിഫറെൻറ്റ് ലൈക്ക് വേറെ രീതിയിൽ ചോദിക്കായിരുന്നു. പക്ഷെ അത് ചോദിച്ചില്ല എന്നാണ് എനിക്ക് പറയാനും പറ്റില്ല. ആദ്യം ഹനയോട് ചോദിച്ച സമയത്ത്, അല്ലെങ്കിൽ ഹന അഷ്കർ ഇരുന്ന സമയത്ത് ഷാലു ചോദിച്ചത് ഈ ഇൻഡസ്ട്രിയിൽ കിടന്നു കൊടുത്തിട്ട് ഇങ്ങനെ നടക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അഷ്കർ സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ഡെഫിനറ്റ്ലി പിന്നെ അത് ഷാലു പോയിൻ്റ് ഔട്ട് ചെയ്ത് അത് ഹനയിലേക്ക് എത്തിയത്. അപ്പോൾ ഹനയും ഈ പറഞ്ഞ പോലെ ഒരു പ്രൊവോക്കേഷൻ്റെ ഒരു വക്കിലെത്തി. ഓക്കെ, ഞാൻ എന്തിനു ഉത്തരം പറയണെന്തിന്, എന്നോട് ഇവരെന്തിന് ഈ ചോദ്യം ചോദിക്കണം എന്നുള്ള രീതിയിലേക്ക് ഹനയും എത്തി. ഞാൻ ചോദിച്ച ചോദ്യത്തിൽ ഒരു മിസ്റ്റേക്കും ഇല്ല, അല്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് ചോദിച്ചതെന്നുള്ളത് ഷാലു എത്തി. ഇതിനിടയിൽ അഷ്കറിൻ്റെ പോർഷൻസ് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പക്ഷേ അഷ്കർ പറയുമ്പോൾ കൂടുതൽ ഷാലു പ്രൊവോക്ഡ് ആവുകയാണ് അവിടെ ഉണ്ടാകുന്നത്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ഷാലുവിന് ഉത്തരം പറയാം, ലൈക്ക് അഷ്കറിന് ഉത്തരം പറയാം, അഷ്കറിന് ഉത്തരം പറയാൻ പാടില്ല എന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, ഇത് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ വന്ന ഒരു മിസ്റ്റേക്കാണ്, ഡെഫിനറ്റ്ലി അതാണ്. ഓക്കെ, പിന്നെ ഇത് ചോദിക്കാനുണ്ടായൊരു സിറ്റുവേഷൻ ഷാലു എന്നെ വന്ന് പറയുന്നുണ്ട്. അവരുടെ പേഴ്സണൽ ചാനലിൽ വീഡിയോ ഇട്ടപ്പോൾ ഷാലു തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അതിലേക്കും കൂടി ഒന്ന് പോവാം. ഞാൻ ഈ പറയുന്ന ആങ്കറിങ്ങിന്റെ ഒപ്പം പാഷനായി കൊണ്ടു നടക്കുന്ന ഒരു ഡ്രീമാണ് ഫിലിമിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സീരിയൽ അഭിനയിക്കുക എന്നുള്ളത്. ഒരുപാടെടുത്ത് ഞാൻ ഓഡീഷൻസിന് പോയിട്ടുണ്ട്, സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. ഈവൻ ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആവുമ്പം അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ് ഈ ഒരു ഫീൽഡിന്റെ ഒരു അഭിനയിക്കുക എന്നുള്ള ഫീൽഡിൽ ആ ഡ്രീം തന്നെ ഞാൻ ഒഴിവാക്കിയത് അതുകൊണ്ടാണ്. ഞാൻ ഇന്നൊരു വ്യക്തിക്ക് അറിയപ്പെടുന്ന പല ആളുകളിൽ നിന്നും ഡയറക്റ്റ് ആ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഇപ്പം ഒരു 10 പെൺപിള്ളാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഡ്രീമുമായിട്ട് പോകുന്ന 10 പെൺപിള്ളാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുത്തരം പറയും, യെസ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഒരിക്കലെങ്കിലും നേരിടേണ്ട വന്നിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഫിലിമിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് കൂടി തന്നെ ഞാൻ കുറച്ചു നേരം ഹനയോട് പേഴ്സണലി സംസാരിച്ചപ്പം ഐ തോട്ട് ഷീ ഈസ് എ ബോൾഡ് ലേഡി, ബോൾഡ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഹനയോട് ഞാനൊരു ചോദ്യം ചോദിക്കാനുള്ളത് കാണിച്ചതും. ഇപ്പൊ ബോൾഡ് അല്ലായിരുന്നെങ്കിൽ ഞാൻ ആ ചോദ്യം ചോദിക്കത്തില്ലായിരുന്നു. ഇവിടെ ബോൾഡ് അല്ലേ, അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ ഇതിന് എൻ്റെ ഒരു കോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാലു ഓക്കെ അപ്പുറത്ത് ഹനയോട് ചോദിച്ചു,
ഷാലു എന്ന് പറയുന്നു, ഷാലുവിന് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഇതേപോലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഇവരുടെ ഈ വൃത്തികെട്ട ചോദ്യം. ഏതെങ്കിലും ഒരു സിനിമയിലോ അല്ലെങ്കിൽ സീരിയലിലോ നിങ്ങൾക്ക് അവസരം തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടന്നു തരണം, അല്ലെങ്കിൽ നിങ്ങൾ വഴങ്ങി തരണം എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ ത്രട്ടന്, അങ്ങനൊരു അപ്രോച്ച്. അപ്പോൾ അങ്ങനെ അപ്രോച്ച് കിട്ടിയ അതൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഷാലു. ഷാലുവിന് അറിയുന്ന ഒരുപാട് പേര്, 10 പേരെടുത്താൽ 10 പേരും ചിലപ്പോൾ ഇങ്ങനൊരു അപ്രോച്ച് വന്നു എന്ന് പറഞ്ഞ് ഇത് പറഞ്ഞാൽ മതിയോ? ഞാൻ ചോദിക്കുന്നത് ഇത് പറഞ്ഞാൽ മതിയോ? ഷാലുവിന് സിനിമയിൽ അഭിനയിക്കാനാണ് താല്പര്യം, സീരിയലിൽ അഭിനയിക്കാനാണ് താല്പര്യം, ആങ്കറിങ്ങും ഷാലു ചെയ്യുന്നുണ്ട്. ഷാലു ഇത്ര ബോൾഡായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഷാലു റെഡിയാണ്. ഷാലുവിന് ഇത്ര ബോൾഡായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ എം ഡെഫിനറ്റ്ലി സേയിങ് യു, നിങ്ങളത് തുറന്നു പറയണം സൊസൈറ്റിയുടെ അടുത്ത് ആര് നിങ്ങൾ അപ്രോച്ച് ചെയ്തു എന്നുള്ളത്. ശരിക്കും അതല്ലേ ചെയ്യണ്ടേ? ഹനയോട് ഇപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നു, ഇനി ഇല്ലെങ്കിൽ നാളെ വേറൊരു ആക്ട്രസ് വരുമ്പോൾ അവരോട് ചോദിക്കുന്നു. അവർ പറയാൻ പോണ ഉത്തരം എന്താ? യെസ് അല്ലെങ്കിൽ നോ. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എസ് പറയും, ഇല്ലെങ്കിൽ നോ പറയും. ഈ എസ് ഓർ നോൻ്റെ അകത്ത് അപ്പോഴും ഇത് ചോദിക്കുന്ന വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സേഫായി പോവല്ലേ. ഇപ്പോൾ ഹനയുടെ അടുത്ത് ഈ പറഞ്ഞ ഷാലു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഷാലും ഹനിയും തമ്മിലുള്ള ക്വസ്റ്റ്യൻ്റെ മുകളിൽ സിനിമയിൽ അവസരം കിട്ടാൻ കിടന്നു കൊടുക്കണമോ അല്ലെങ്കിൽ കിടന്നു കൊടുത്തിട്ടുണ്ടോ, ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് ആരുടെയും ഫേസ് എക്സ്പോസ് ആവുന്നില്ല. ഞാൻ പറയുമ്പോൾ അതല്ലേ ചെയ്യണ്ടേ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർവ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണേക്കാൾ നല്ലത് നിങ്ങളൊരു സിനിമയിലോ സീരിയലിലോ അവസരം തേടി പോകുന്നു, അവിടെ ചെന്ന് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്ന ഒരു വക്കത്തെത്തുമ്പോഴത്തേക്ക് ആ സിനിമ അല്ലെങ്കിൽ സീരിയൽ റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു ടെക്നീഷ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ഇങ്ങനൊരു അപ്രോച്ച് നടത്തുമ്പോൾ നിങ്ങളത് സൊസൈറ്റിയുടെ മുന്നിൽ അയാളുടെ പേര് പറഞ്ഞും തുറന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പും അയാൾ ആരുടെയെങ്കിലും അടുത്ത് അപ്രോച്ച് നടത്തിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി കാണിച്ചിട്ടുണ്ടോ അതൊക്കെ പുറത്ത് വരുമല്ലോ. അങ്ങനെ ഇൻഡസ്ട്രിയിലുള്ള ഇങ്ങനത്തെ കീടങ്ങളെ നിങ്ങൾക്ക് പുറത്ത് എക്സ്പോസ് ചെയ്തുകൂടെ? സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവല്ലേ, നിങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവല്ലേ. അപ്പോൾ പിന്നെ ഇൻ്റർവ്യൂവിൽ വരുന്ന ഒരാളെടുത്ത് ഇങ്ങനെ കാഷ്വലായി എനിക്ക് തോന്നിയത് അതാണ്. ഓക്കെ, ഇറ്റ്സ് എ ബോൾഡ് ക്വസ്റ്റ്യൻ എന്ന് പലരും പറയും, പക്ഷെ എനിക്ക് തോന്നിയത് ആ ബോൾഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലുപരി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തോ, നിങ്ങൾ ആളെ എക്സ്പോസ് ചെയ്യും, അങ്ങനെ പറയുന്ന വ്യക്തികളെ എക്സ്പോസ് ചെയ്യും. നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളെ 1 or 2 പേരെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഇൻഡസ്ട്രിയിൽ നിന്ന് സൈഡാക്കും. അപ്പം ഇതെന്താ പറയുക, ഒരു പേടി കാണും. എൻ്റെ കരിയർ, എൻ്റെ ഡ്രീം, എൻ്റെ കാര്യങ്ങൾ ഇതാലോചിച്ചാൽ ഇതാണ് അവരുടെ അവരുടെ ആവശ്യം. അതാണ് അവർക്ക് അറിയുന്നത്. അതാണ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ അവർ വൈറ്റലായിട്ട് പിടിക്കുന്നൊരു പോയിൻ്റ് എന്താ അറിയോ? ഇവരിതെവിടെയും പുറത്ത് പറയില്ല, ഇവരാരോടും ഇത് പറയില്ല, എൻ്റെ പേരാരോടും പറയില്ല. ധൈര്യമാണ് അവർക്ക്, വളമിട്ട് കൊടുത്തു. കാരണം അവർ പറയില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ, നിങ്ങളെ ഇൻഡസ്ട്രിയിൽ നിങ്ങളുടെ ഒരു അവസരം കളയാൻ അയാൾക്ക് പറ്റും എന്നുള്ള രീതിയിൽ അവർ നിങ്ങളെ എന്ത് ചെയ്തു? ഇൻഫ്ലുവൻസ് ചെയ്തു. ഇവിടെ ബോൾഡ്നെസ് കാണിക്കേണ്ടതും അല്ലെങ്കിൽ ഇവിടെ സ്ട്രോങ് ആണെന്നുള്ള കാര്യം സൊസൈറ്റിയുടെ അടുത്ത് അറിയിക്കേണ്ടതും ഞങ്ങൾ സ്ട്രോങ് ആണ്, ഞങ്ങളടുത്ത് നാളെ ഈ ചോദ്യമായിട്ട് ഇനി വരരുത് എന്നുള്ളത് ഒരാളെങ്കിലും ഇറങ്ങി കാണിക്കണ്ടേ? ഷാലുവിനെ കൊണ്ട് പറ്റും. ഞാൻ പറയുമ്പോൾ ഇങ്ങനെ ഹനയുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നേക്കാൾ നല്ലത് ഷാലുവിനുണ്ടായ എക്സ്പീരിയൻസ്, ആര്, എപ്പോൾ, ഏത് സെറ്റിൽ, ഏത് സമയത്ത് ഇത് ചോദിച്ചു, അയാളെ എക്സ്പോസ് ചെയ്ത് വിട്. അതാണ് ചെയ്യേണ്ടത്. ഞാൻ പറയുമ്പോൾ ഷാലു മാത്രമല്ല, ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ള എല്ലാവരും ചെയ്യേണ്ടത് അതാണ്. അങ്ങനെ ചെയ്താൽ ഇൻഡസ്ട്രിക്ക് തന്നെയല്ലേ നല്ലത്. ഇൻഡസ്ട്രിയുടെ അകത്തുള്ള ഈ പറഞ്ഞ ആട്ടും തോലിട്ട ചെന്നായ്ക്കളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? പറ്റും. അല്ലാതെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഈ സാധനം ഇട്ടിട്ട് പോകുമ്പോൾ അത് ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള രീതിയിൽ ആളുകളിലേക്ക് എത്തുള്ളൂ. ഓക്കെ, സോ അതാണ് ഇതിൽ ബെറ്ററായിട്ട് ചെയ്യേണ്ടിയിരുന്നത്. ഷാലു ഇൻറ്റൻഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഷാലു ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യം ഇൻഡസ്ട്രിക്കകത്ത് ഇങ്ങനെ ഉണ്ടോ. പിന്നെ ഷാലുവിന് തോന്നി ഹന മിണ്ടാതിരുന്നപ്പോൾ ഹന എന്താ മിണ്ടായിരിക്കണേ, ഹന ഉത്തരം പറയണ്ടേ എന്നുള്ള രീതിക്ക് വന്നപ്പോൾ ഹനയെ വീണ്ടും പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു. കൂട്ടത്തിൽ അഷ്കർ കയറുന്നു. അഷ്കർ കയറിയപ്പോഴത്തേക്ക് ഷാലുവിന് എന്തായി, ഇതെന്തിനാ ഹനയോട് ചോദിക്കുമ്പോൾ അഷ്കർ സംസാരിക്കുന്നതെന്നുള്ള മൂഡിലേക്ക് പോകുന്നു, കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു. ഇതാണ് സംഭവിച്ചത്. ഞാനിപ്പോഴും പറയുന്നു, ഷാലുവിനെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡി ശരിക്കും ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സംഭവിച്ചാൽ നിങ്ങളത് തുറന്ന് പുറത്ത് ആളെ അടക്കം എക്സ്പോസ് ചെയ്ത് വിടുക. രണ്ടാമത്തെ കാര്യം, ഷാലു ചോദിച്ച ചോദ്യം ആദ്യത്തെ സ്റ്റേജിൽ അതൊരു ഡയറക്റ്റ് ചോദ്യം ആയിരുന്നില്ല. ഹന മിണ്ടാതിരുന്നത് കൊണ്ട് അത് ഡയറക്റ്റായി. ആ ഡയറക്റ്റ് ആയതിനെ ഞാൻ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് അവർ ഷോക്കിലിരിക്കുന്ന സമയത്ത് അവരോട് അതല്ല ചോദിക്കേണ്ടിയിരുന്നത്. അങ്ങനെയല്ല ആദ്യം ചോദിച്ച രീതിയിൽ തന്നെ അത് ചോദിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നായിരുന്നു.
ഷാലു ചെയ്യേണ്ടിയിരുന്നത്. എനിക്കറിയില്ല ഷാലു ഏത് പോയിന്റിലാണ് അവിടെ പ്രൊവോക്ക് ആയത്. മേ ബി ഹനയുടെ സൈലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അഷ്കറിൻ്റെ സംസാരമായിരിക്കാം ഷാലുവിനെ പ്രൊവോക്ക് ചെയ്തത്. ബട്ട് അതൊരു ചോദ്യം ഭയങ്കര ഒരാളെ ഒരു വേറെ കംഫർട്ട് സോണിൽ നിന്ന് മാറ്റി വേറെ പൊട്ട മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഒരു വേറെ രീതിയിലേക്ക് ആളെ കൊണ്ടുപോകുന്ന രീതിക്ക് ആണ് ആ ഒരു ചോദ്യം. അതും ഹനേനെ പറയുന്നുണ്ട്, ഹനയ്ക്ക് ഭയങ്കരമായിട്ടത് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായി പോയി എന്നുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഷാലുവിനെതിരെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഞാൻ പറയുന്നത് ഷാലു ബോൾഡാണ്, ഷാലു വളരെ സ്ട്രോങ് ആണ്. എനിക്കറിയുന്ന ഷാലുവിന് ഇങ്ങനത്തെ ഒരു ചോദ്യം വേറൊരാളോട് ചോദിച്ചിട്ട് ഇതിനെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കേണ്ട ആവശ്യമില്ല. ഷാലുവിനുള്ള എക്സ്പീരിയൻസ് തുറന്നു പറയാനും ആളുകളുടെ മുഖം വലിച്ചു പുറത്തിടാനും ഷാലു കപ്പാസിറ്റിയും കേപ്പബിളുമാണ്. ഷാലു ഇത് ചെയ്യാണ് ബെറ്റർ, അതാണ് വേണ്ടത്.